ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജനുവരി മാസ ഫലമാണ്. ജനുവരി മാസത്തിൽ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. മകരം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ പൊതുവെ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു മാസമാണ്. സർവേശ്വരകാരകനും അതുപോലെ തന്നെ സർവസമ്പദ് പ്രദാത്രിയും ആയിരിക്കുന്ന ആ വ്യാഴഗ്രഹം 5ാം ഭാവമായ ഇടവം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 5ാം ഭാവം അത് ത്രികോണ ഭാവം, ഭാഗ്യാവസ്ഥകൾ കൊണ്ടുത്തരുന്ന ഭാവമാണ്. കൂടാതെ 5ാം ഭാവത്തിൻ്റെ അധിപൻ ഈ ജനുവരി മാസത്തിൽ തുടക്കം മുതൽ മകരം രാശിയിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശുക്രൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അത് ശുക്രൻ ജനുവരി മാസത്തിൽ അങ്ങോട്ട് മാറിയാൽ 2 ധനസ്ഥാനത്തേക്കാണ് 5ാം ഭാവാധിപൻ വരുന്നത്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്നിരുന്നാലും എല്ലാവർക്കും അറിയാമല്ലോ, 7ര ശനിയൊക്കെ തീരാറായ ഒരു സന്ദർഭമാണ്. ശനിയുടെ ബലം കുറഞ്ഞു വരുന്നു എങ്കിലും എല്ലാവരും വളരെ ജാഗ്രതയും ശ്രദ്ധയുമൊക്കെ ആവശ്യമാണ്. അതായത് ശനിദോഷം തീരാറായപ്പോൾ മറ്റ് പ്രശ്നങ്ങളിലും അബദ്ധങ്ങളിലും നഷ്ടങ്ങളിലുമൊക്കെ ചെന്ന് ചാടാതെ വളരെ ശ്രദ്ധിക്കണം. ശനിദേവൻ ഇത്രയും നാളും പ്രാർത്ഥിച്ച് വളരെ അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞ് വിജയത്തിലൊക്കെ നിൽക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ. മാർച്ച് മാസം കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യുമല്ലോ. നാഗരാജാവിൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടുന്ന ഒരു മാസമാണ്. പാവന്മാർക്ക് നിൽക്കാൻ പറ്റിയ ഭാവത്തിലാണല്ലോ രാഹുവും അതുപോലെ തന്നെ മറ്റ് പാപഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി നോക്കുമ്പോൾ പ്രകാരം ആദിത്യൻ്റെ സ്ഥിതി കൊണ്ടും വളരെ നല്ല അനുഗ്രഹമാണ് ഈ പ്രാവശ്യം ജനുവരി മാസത്തിൽ ഉണ്ടാകും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും അതുപോലെ തന്നെ മറ്റ് പരീക്ഷ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവരും വിദേശത്ത് പോകുവാനും സ്വദേശത്ത് തന്നെ ആയാലും ഉയർന്ന ജോലിക്കായിട്ട് പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് വിജയിക്കുവാൻ വിദ്യാകാരകനായിരിക്കുന്ന ബുധൻ്റെ ഒരു സ്ഥിതി കൊണ്ട് വളരെ നല്ലതാണ്. അതായത് സ്വന്തം നാട് വിട്ടൊക്കെ പരീക്ഷ എഴുതുന്നവർക്ക് 12ാം ഭാവത്തിൽ നിൽക്കുന്ന ആ ബുധൻ വളരെ ഐശ്വര്യദായകമാണ്. അത് 9ാം ഭാവാധിപൻ, ഭാഗ്യഭാവാധിപൻ കൂടിയാണ്. അത് 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് നമുക്കറിയാം, വിദ്യാർത്ഥികളായിരിക്കുന്ന വലിയ ഒരു ജനാവലി സ്വന്തം നാട് വിട്ടാണ് പരീക്ഷകളൊക്കെ എഴുതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ഒരു ജനാവലികളുണ്ട്. കൂടാതെ ജോലി ചെയ്യുമ്പോൾ തന്നെ പലവിധ ടെസ്റ്റുകളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നിച്ച്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും ശനിദോഷമൊക്കെയുള്ള സമയമാണ്. കഫസംബന്ധമായിട്ടും വാദസംബന്ധമായിട്ടും വായു സംബന്ധമായിട്ടും ഒക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് ശുദ്ധജലം ഉപയോഗിക്കുവാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. ധാരാളം പഴവർഗ്ഗങ്ങൾ ഭക്ഷണ കാര്യത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. അധിക കടങ്ങളൊന്നും വന്നു ചേരുന്നതായിട്ട് സൂചകമല്ല. കടബാധ്യതകളൊക്കെ ഒഴിയുകയോ അതുപോലെ തന്നെ കേസുകൾ, നിയമപരമായ പ്രശ്നങ്ങൾ, മേലധികാരികളിൽ നിന്നുള്ള അപ്രീതിയൊക്കെ മാറി ഐക്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ പറ്റുന്ന ഒരു മാസമാണ് ജനുവരി മാസം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. കേന്ദ്രാധിപത്യ ശുഭത്വമുള്ള ആ ചൊവ്വ 11ാം ഭാവാധിപൻ കൂടിയാണ്. നിവൃത്തിസ്ഥാനമായ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, 7ാം ഭാവം ദാമ്പത്യഭാവമാണല്ലോ. സ്ത്രീ പുരുഷ ഭേദമന്യേ ചില ദേഷ്യമൊക്കെ ചിലർക്കുണ്ടാകാം. അതൊക്കെ ഒഴിവാക്കിയാൽ വളരെ സന്തോഷമായിട്ട് വിജയിക്കുവാനായിട്ട് സാധിക്കും. പ്രവർത്തനത്തിൽ വിജയിക്കുക, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുക,
കടങ്ങളൊക്കെ വീടുക, ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ അതുപോലെ തന്നെ നല്ല പുതുമയുള്ള വസ്ത്രങ്ങൾ, മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ വന്നു ചേരുക, ആഭരണങ്ങൾ വന്നു ചേരുക, ഗൃഹോപകരണങ്ങൾ വന്നു ചേരുക, അത് ഫർണിച്ചറായാലും മറ്റ് ഇലക്ട്രോണിക്കൽ സംബന്ധമായ ഉപകരണങ്ങൾ പാചകത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും വാഹനം വന്നു ചേരുന്നതിനും ഒക്കെ നല്ല അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് ജനുവരി മാസം. വേണ്ട രീതിയിൽ വിട്ടുവീഴ്ചയിലൂടെയൊക്കെ കാര്യങ്ങൾ പോയാൽ വളരെ നല്ലതാണ്. പൊതുവെ ഒരു അലസ പ്രകൃതമൊക്കെ ഉണ്ടാകാം ശനിയുടേതായ ഒരു സാന്നിധ്യം മൂലം. അത് ധനസ്ഥാനത്തും ഉണ്ടാകാം. വന്നു ചേരുന്ന ധനം നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടാതെ, സമയത്തിന് കിട്ടാതെ വരിക, അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണല്ലോ. വളരെ ശ്രദ്ധയോടുകൂടി സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. ചെലവുകളൊക്കെ പിടിച്ച് മാത്രമേ പണം ചെലവാക്കാവൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സാമ്പത്തിക മേഖലയിൽ തൊഴിൽ മാർഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്നവർ, സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവർ, കരാർ ഉടമ്പടിയിലൊക്കെ ഒപ്പുവെക്കുന്നവരെ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്ന, അതായത് IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരും സയൻസ് വിഷയം, മെഡിക്കൽ രംഗമോ അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് പുരോഗതികൾ വന്നു ചേരും. അതായത് പ്രധാനമായ ബുദ്ധിയുടെ, ഗ്രഹത്തിൻ്റെയും ചൊവ്വയുടെയും ശുക്രൻ്റെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ രാഹുവൊക്കെ വളരെ അനുകൂലമായിട്ടാണല്ലോ നിൽക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് കാർഷിക രംഗം. കൃഷി സംബന്ധമായിട്ടും അഭിവൃദ്ധികൾ വന്നു ചേരും. വാഹന സംബന്ധമായിട്ടും വിജയങ്ങൾ വന്നു ചേരും. തീരദേശത്ത് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അഭിവൃദ്ധിയുടെ ഒരു കാലമാണ് ജനുവരി മാസം. നല്ല സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ശനിപ്രീതികരമായിട്ട് നീരാഞ്ജനമൊക്കെ ചെയ്യുക, ഗണപതി ഹോമം വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് നാഗരാജാവിന് തൊട്ടടുത്തുള്ള സർപ്പക്കാവിലൊക്കെ പ്രാർത്ഥിക്കുന്നത് ശ്രേയസ്കരമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുക, വിജയങ്ങൾ വന്നു ചേരും.